പരമകാരുണ്യവാനായ ദൈവമാണ് ഗുരുവായൂരപ്പൻ. എന്നാൽ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് എല്ലാ ഭക്തർക്കും ഇന്നൊരു പേടി സ്വപ്നമായിരിക്കുന്നു. അത്രയും ദുസ്സഹമാണ് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തേണ്ട റോഡ് മാർഗം. കേരളത്തിലെ എല്ലാ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അപ്പോഴും ഗുരുവായൂർ റോഡിൻ്റെ ദുരവസ്ഥ തുടരുകയാണ്. എന്താണ് ഗുരുവായൂർ റോഡിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? ഒരു അന്വേഷണമാണ്. എൻ്റെ കൂടെ ഉള്ളത് വെങ്കടാചലം മാഷാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അത്രയ്ക്കധികം ഭക്തർ അവിടെ ഓരോ ദിവസവും എത്തുന്നുണ്ട്. എന്നിട്ടും ഗുരുവായൂർ റോഡിൻ്റെ ദുരവസ്ഥ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഈ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി ഇല്ല. പക്ഷെ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു മന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ കപ്പാസിറ്റിയും സൗകര്യമുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ്. അങ്ങനെയുള്ളൊരു മന്ത്രി ഉള്ള കേരളത്തിൽ ഈ ഗുരുവായൂർ തൃശ്ശൂരിനിടയ്ക്ക് ഒരു 3 കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗം അതിഭയങ്കരമായിട്ട് മനുഷ്യരെ കൊന്നൊടുക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഈ പുഴക്കിലെ ഭാഗത്തും ഈ തൂവാനൂർ തൊട്ട് ചൂണ്ടൽ തിരുവരെയുള്ള ഭാഗത്തും പെട്ടെന്ന് വെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ ഭരണാധികാരികളെ ഞാൻ കുറച്ച് കാണുന്നില്ല. തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഗുരുവായൂരപ്പനെ അവർ ഓരോരുത്തരും കാണാൻ വരുന്നത്. എന്തുകൊണ്ട് അവർക്കിത് മനസ്സിലാവുന്നില്ല? കാരണം അവിടുത്തെ MLA ഈ വിഷയം ഭംഗിയിട്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മന്ത്രിയുടെ ചെവിയിൽ ഓതാത്തോണ്ടാണ്. ഫണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ ഗുരുവായൂർ വഴിക്ക് ട്രെയിനിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നതെങ്കിലും കാറിലും മറ്റു വാഹനങ്ങളിലും ഗുരുവായൂർ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം അയ്യപ്പന്മാരുടെ ദിവസം തുടങ്ങി കഴിഞ്ഞാൽ, ശബരിമല ദിവസം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഗുരുവായൂർ പോകാണ്ട ശബരിമല പോകാറില്ല. അവർക്ക് കൂടെ ബസ്സിൽ പോകാനായിട്ടുള്ള ഒരേ ഒരു വഴി ഇതാണ്. തൂവാനൂർ തൊട്ട് ഈ ചൂണ്ടൽ തിരുവരെയുള്ള സ്ഥലത്തും റോഡ് ഉയർത്തി വീതി കൂട്ടി പണിതാൽ അവിടെ വെള്ളം കയറില്ല. അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവം അറിയാം, മന്ത്രിക്ക് സംഭവം അറിയാം. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കണത് അവിടുത്തെ സ്ഥലം MLAയുടെ വിവരക്കേടും പിടിപ്പുകേടും അങ്ങനെ ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ നടക്കാത്തതിന്റെ ഫലമായിട്ടാണ് ആ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. വിവിധ മാധ്യമങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ മഴക്കാലത്തിന് മുന്നേ തന്നെ മാധ്യമങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ റോഡിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അവിടെ ഈ മന്ത്രി ഈ MLA പറഞ്ഞാൽ കേൾക്കുന്ന മന്ത്രിയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാവുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഇനിയിപ്പോ നാളെ ഇപ്പോ ഹൈക്കോടതി തുറന്നു കഴിഞ്ഞാൽ ദേവരാമേന്ദ്രൻ ചിലപ്പോ ചില ഉത്തരവൊക്കെ ഇറക്കും, റോഡ് വൃത്തിയാണെന്നൊക്കെ പറയും. അപ്പോഴും കോടതിക്ക് ഇത് പറയാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ MLAയും വകുപ്പ് മന്ത്രിയും അവരുടെ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഇനിയിപ്പോ അവിടെ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി വലിയ വണ്ടിയൊക്കെ അവിടെ മറിഞ്ഞിട്ട് 10-20 പേര് മരിച്ചാലാണ് ഇവരവിടെ എന്തെങ്കിലും ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള സംവിധാനം ജനാധിപത്യ ഭരണക്രമത്തിൽ ആശാസ്യമല്ല. മൊയ്തീൻ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് കുന്നംകുളത്ത് നിർമ്മിച്ചിട്ടുണ്ട്. താങ്കളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ റോഡിന്റെ കാര്യം മാത്രം, എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ അവിടെ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഉണ്ടോ? തൃശ്ശൂരിന്ന് ഗുരുവായൂരുള്ള വഴിയിൽ റോഡ് വീതി കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലം വിട്ട് കൊടുക്കില്ല, പള്ളി ഉണ്ട് മറ്റേന്ന് മറിച്ചുണ്ടെന്ന് പറയുന്ന ലോബി ക്രിസ്ത്യൻ ലോബി ആയിരുന്നു. മുണ്ടൂര് ഭാഗത്തായിരുന്നു. അതുപോലും അവിടുത്തെ ചില ആളുകളുടെ ശക്തമായിട്ടുള്ള ഇടപെടലിന്റെ വ്യത്യാസത്തിന് മുണ്ടൂര് പോലും വീതി കൂടി. കുപ്പിക്കഴുത്തായിട്ട് കിടന്നിരുന്ന മുണ്ടൂര് അപ്പുറത്തും വീതി കൂട്ടിയിട്ടും വീതി കൂടാണ്ട് കിടന്നിരുന്ന മുണ്ടൂര് ഭാഗത്ത് പോലും വീതി കൂട്ടിയപ്പോ ഈ പർട്ടിക്കുലറായിട്ട് തൂവാനൂര് തൊട്ട് ഈ ചൂണ്ടൽ വരെയുള്ള സ്ഥലത്ത് വീതി കൂട്ടാതിരിക്കാൻ കാരണം ചൂണ്ടൽ വരെ എത്രത്തോളം കിലോമീറ്റർ ഉണ്ടാവും? 3 കിലോമീറ്റർ കുറവ്. 3 കിലോമീറ്റർ കുറവ്. ആ ഭാഗത്ത് വീതി കൂട്ടാതിരിക്കാനുള്ള കാരണം എന്റെ അഭിപ്രായത്തില് അവിടെ സ്ഥലം കൈവശം വെച്ചിട്ടുള്ളത് CPM ആയിട്ട് അടുപ്പമുള്ള ഒരു മാഫിയയുടെ കയ്യിലാണ് ആ സ്ഥലം എന്നാണ് അറിഞ്ഞത്. അപ്പൊ അവര് അവരുടേതായിട്ടുള്ള സ്ഥലത്ത് ഭാവിയില് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ ബിൽഡിങ്ങുകളൊന്നും വരുന്നില്ല. അവിടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളേ ഉള്ളൂ. എപ്പോ വേണമെങ്കിൽ പൊളിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ആ റോഡിന്റെ 2 സൈഡിലും പറഞ്ഞ ആ കുഴികളുള്ള ഭാഗത്ത്. അതുകൊണ്ട് സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവിറക്കി ആ റോഡിന്റെ വീതി കൂട്ടാനും ഉയരം കൂട്ടാനും ഒരൊറ്റ ദിവസം ഉത്തരവിറക്കി 6 മാസത്തിനുള്ളിൽ ഈ വേനൽക്കാലത്ത് പണി കഴിച്ചാൽ അവിടുത്തെ പണി അവസാനിക്കാനുള്ളൂ. ഇല്ലെങ്കിൽ അടുത്തൊരാളേക്ക് അവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല, ഇപ്പൊ ജഡ്ജിയുടെ വണ്ടി വീണ്ടുള്ളൂ. ഇനിയിപ്പോ വലിയ വലിയ വണ്ടികളായി അയ്യപ്പന്മാരുടെ കാലത്ത് ശബരിമല സീസൺ കാലത്ത് അവിടെ കണ്ടമാനം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എന്നൊക്കെ ലോറികൾ വന്ന് അവിടെ വീണെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സംസ്ഥാനാന്തര ബന്ധം പോലും
അവതാളത്തിലാവുന്ന രീതിയിൽ വൻ തരത്തിൽ സർക്കാരിനെതിരെ ഭീകരമായിട്ടുള്ള ആക്ഷേപങ്ങളും പൊതുജന മുന്നേറ്റങ്ങളും നേരിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിൽ ഈ പ്രത്യേക ഭാഗത്ത് റോഡ് ഉയരം കൂട്ടി വീതി കൂട്ടി നന്നാക്കാനായിട്ട് സർക്കാർ അടിയന്തരമായിട്ട് തെളിഞ്ഞണം. വെള്ളം വന്ന് കയറാത്ത രീതിയിൽ വേണം റോഡ് നിർമ്മിക്കാൻ. ഈ പുഴയ്ക്കൽ പറഞ്ഞ പോലെ ചില പ്രത്യേക ഭാഗത്ത് വന്നപ്പോൾ കുറേ കാലം അപ്പുറത്ത് സ്ഥലം ഏറ്റെടുക്കണ്ട പുഴയ്ക്കല് ഈ റോഡ് വീതി കൂട്ടണേല് വൻ അഴിമതി ഉണ്ടായിരുന്നു കുറെ കാലത്ത്. പിന്നെ പെട്ടെന്നാണ് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ റോഡ് വീതി കൂട്ടിയത്. ഈ റോഡ് വീതി കൂട്ടിയപ്പോഴും റോഡിൽ വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ വീതി കൂട്ടി ഉയരം കൂട്ടുന്ന പരിപാടി പുഴയ്ക്കലും പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഈ പുഴയ്ക്കൽ ഭാഗത്തും ഈ ചൂണ്ടൽ ഭാഗത്തും അടിയന്തരമായിട്ട് സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡിന് വീതി കൂട്ടി ഉയരം കൂട്ടി നല്ല രീതിയിൽ റോഡ് പണിതിട്ട് വരുന്ന ഈ അടുത്ത ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ വൃത്തിയായിട്ട് വർക്ക് ചെയ്താൽ അടുത്ത മഴക്കാലത്തിലെങ്കിലും ഈ റോഡിൽ കൂടെ ആൾക്കാർ സുഗമമായിട്ട് പോയി വരാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ദേവേന്ദ്രൻ്റെ വണ്ടി മാത്രം ഇവിടെ വീണിട്ടുള്ളൂ. ഇതിപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ ഇതൊന്നും അറിയാണ്ട് ആ വഴി കൂടെ വന്ന് വലിയ വലിയ ആൾക്കാർ വണ്ടി വീഴുകയും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തരുടെ ലോറിയോ മറ്റോ അവിടെ വീണ് വണ്ടിയും വീണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് സംസ്ഥാനാന്തര ബന്ധം കൂടി അവതാളത്തിലാവുന്ന രീതിയിൽ എന്തെങ്കിലും നടന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ആ ഭാഗത്തെ MLA ഇടപെടലുകൾ വെച്ചാൽ നമുക്ക് വേറെ പറയാനൊന്നുമില്ല. ദേവേന്ദ്ര രാമേന്ദ്രൻ വീണു, ജസ്റ്റിസ് വീണു, പക്ഷെ മുഖ്യമന്ത്രി വീണില്ല. മുഖ്യമന്ത്രി ബുദ്ധിപൂർവ്വം വേറെ വഴി പോയി. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അത് മുഖ്യമന്ത്രിനെ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്കും ഇവിടുത്തെ CPM-മാർക്കും 1000 കണ്ണുകളാണ്. പക്ഷെ ഇതൊന്നും അറിയാണ്ട് അവിടെ വന്ന് പെടുത്തവര് ഇപ്പൊ വീണിട്ടല്ലോ. ഇനി ആള് മരിച്ചവരെന്ത് പറയും? ഒരു ജസ്റ്റിസ് ആ വഴി കൂടെ വഴി അറിയാണ്ട് വന്നിട്ട് ഈ കുഴിയിൽ വീണ അയാൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു നിൽക്കുക. അപ്പോഴത്തെ അവസ്ഥ എന്താവും? അതല്ലാതെ കുട്ടികൾ, ഗർഭിണികൾ, കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അവരൊക്കെ പകരമായ അവസ്ഥ നേരിട്ട് ഓരോ ദിവസം അനുഭവിക്കുന്നുണ്ട്. അവസ്ഥ മാത്രമല്ല, പരിതാപരമായിട്ട് ശാരീരിക അവസ്ഥ മാത്രമല്ല, ഈ കുഴിയിൽ കയറ്റാതിരിക്കാൻ വണ്ടികളെ പതുക്കെ പിടിച്ച് വിടുമ്പോൾ വണ്ടിയുടെ ഇന്ധനം എത്ര കുറേ പോണു, കണ്ടമാനം കാശ് പോകുന്നുണ്ട്. മനുഷ്യന്മാർ ഈ കുഴിയുള്ളത് കൊണ്ട് പോക്കറ്റിലത്തെ പൈസ പുകച്ചിട്ടാണ് ഈ പോണത്. ഈ കുഴിയിൽ വീഴാതിരിക്കാൻ വണ്ടി പതുക്കെ വിടുക. അപ്പോൾ വണ്ടിയിലത്തെ ഇന്ധനം കൂടുതൽ ചെലവഴി. മാത്രമല്ല ഈ വണ്ടി കുഴിയിൽ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും വണ്ടിയുടെ മെയിൻ്റനൻസ് ചാർജ് കൂടുകയാണ്. ഇതൊന്നും പോലീസ് എസ്കോർട്ടിൽ സുഖമായിട്ടുള്ള വഴി കൂടെ വേറെ വഴി കൂടെ പോകുന്ന PWD മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ബാക്കിയുള്ള മന്ത്രിമാർക്കോ സ്ഥലം MLA-ക്ക് അറിയാതെ പോണത് അവരുടെ വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ബസ് വഴിക്കും സ്വകാര്യ വാഹനങ്ങൾ വഴിക്കും ഗുരുവായൂര് പോവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ഗുരുവായൂർ അല്ലാണ്ട് പോകാനായിട്ട് വേറെ വഴിയുണ്ട്. ഗുരുവായൂർ പോകണമെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ട്രെയിൻ കിട്ടാത്തവർക്കും വേറെ വഴിക്ക് പോകാൻ പറ്റാത്തവർക്കും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്വാഭാവിക റൂട്ട് ഈ വഴിയാണ്. ഈ വഴിയിലുള്ള പ്രതിബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ തീർത്ത് നേരെയാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. ക്യാൻസറിനൊക്കെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളിൽ ഒന്നാണ് അമല ഹോസ്പിറ്റൽ. അമല ഹോസ്പിറ്റൽ ഈ വഴിയിലാണ്. 10,000 ക്യാൻസർ പേഷ്യൻസ് ഗുരുവായൂർ റോഡിന്റെ പ്രശ്നം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും കണ്ണുള്ളവർ കാണണം, കാതുള്ളവർ കേൾക്കണം. താങ്ക് യു.